ഒടുവിൽ ഞാൻ മുമ്പൊരു ചർച്ചയിൽ സൂചിപ്പിച്ചിടത്തേക്ക് പശ്ചിമേഷ്യൻ യുദ്ധം എത്തിച്ചേരുന്നു. GCC രാജ്യങ്ങളും റഷ്യയും ജോർദാനും ചേർന്ന് ചർച്ച നടത്തുന്നു. ആ ചർച്ചയിൽ നിന്ന് അമേരിക്കയിലെയും ഇസ്രയേലിനെയും അടക്കമുള്ളവരെ ഒഴിവാക്കുന്നു. ഈ മേഖലയിൽ തല്ലിത്തകർക്കൽ നിർബാധം തുടരുന്നത് ഒരു സമൂഹത്തെയും സംസ്കൃതിയെയും ഒരു നാടിനെയും ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണെന്ന് GCC രാജ്യങ്ങളും തിരിച്ചറിയുന്നു. റഷ്യ കുറച്ചുകൂടി കരുത്തോടെ ആവശ്യപ്പെടുന്നു, അടിയന്തരമായി യുദ്ധം നിർത്തിയില്ലെങ്കിൽ അത് പടരും. അത് മധ്യസ്ഥ വഹിക്കാൻ റഷ്യ തയ്യാറാണെന്ന് അറിയിക്കുന്നു. അതെ, ഏകപക്ഷീയമായി ഇറാനെ ആക്രമിച്ച ആ പ്രവൃത്തി റഷ്യയുടെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്യപ്പെടാനൊരുങ്ങുകയാണ് ലോകം. എന്നു മാത്രമല്ല, മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ റഷ്യയോടൊപ്പം ഇരുന്ന് ചർച്ച നടത്തുന്നതും മറ്റ് ചില സൂചനകളാണ്. ട്രംപിന്റെ നിക്കറ് കീറി എന്ന് തന്നെയാണ് ഇതെല്ലാം നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം. പ്രിയപ്പെട്ടവരെ, പശ്ചിമേഷ്യൻ യുദ്ധം പലപ്പോഴും വിശകലനം ചെയ്തപ്പോൾ ഇത് മാറുന്നൊരു ലോകക്രമത്തിന്റെ സൂചനയാണെന്ന് ഞാൻ ഈ യുദ്ധം തുടർന്നാലുണ്ടാകുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് 4-5 കാര്യങ്ങൾ എണ്ണി പറഞ്ഞപ്പോൾ അതിന്റെ കൂട്ടത്തിൽ പറഞ്ഞിരുന്നു. ഇപ്പതേ GCC രാജ്യങ്ങൾ ഒരുമിച്ച് റഷ്യയുമായും ജോർദാനുമായും ഇരുന്ന് ചർച്ച നടത്തുന്നു. ആ ടേബിളിൽ അമേരിക്കയില്ല, ഇസ്രയേലുമില്ല. അവരുടെ താൽപര്യങ്ങൾ എന്താണെന്ന് GCC രാജ്യങ്ങൾ തിരിച്ചറിയുന്നു. തങ്ങളുടെ ശത്രുക്കളാണെന്ന പേരിൽ ഇറാനെ തകർക്കുമ്പോൾ പശ്ചിമേഷ്യയിലെ ഗൾഫ് മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളങ്ങൾ മായ്ക്കപ്പെടുകയാണെന്ന് അവർ തിരിച്ചറിയുന്നു. അവിടുത്തെ യൂണിവേഴ്സിറ്റികൾ തകർക്കുമ്പോൾ അത് സയനിസത്തിനോടൊപ്പം അമേരിക്ക ഗൂഢമായി നടത്തുന്ന ആക്രമണത്തിന്റെ ഭാഗത്തിലൂടെ ഒരു സംസ്കാരത്തിന്റെ അടയാളം തേച്ചു മായ്ക്കാനുള്ള ശ്രമമാണ് നടത്തുന്നതെന്ന് അവർ തിരിച്ചറിയുന്നു. നമ്മുടെ ഇവിടുത്തെ ബിസിനസ്സുകാരും ബാക്കിയുള്ളവരാരും തിരിച്ചറിഞ്ഞില്ലെങ്കിലും. അതുകൊണ്ടാണ് പശ്ചിമേഷ്യൻ വിഷയത്തെ അപലപിച്ചുകൊണ്ട് റഷ്യയും GCC രാജ്യങ്ങളും തമ്മിൽ കൂടിയ യോഗത്തിന്റെ പത്രക്കുറിപ്പിൽ ഈ മേഖലയിലെ മുഴുവൻ അക്രമങ്ങളെയും അപലപിച്ചത്. അല്ലാതെ GCC രാജ്യങ്ങളെ ആക്രമിച്ചത് മാത്രമല്ല അവർ അപലപിച്ചത്. ഓർക്കണം, ഇറാനെ ആക്രമിക്കുന്നതിനെയും അവർ അപലപിക്കുന്നു. അങ്ങനെ അപലപിച്ചില്ല എങ്കിൽ ഈ ഇസ്രയേലിനെ ഇറക്കി വിട്ടും ട്രംപ് തന്ത്രങ്ങൾ പ്രയോഗിച്ചും ഉടൻ തീരുമെന്ന് പറയുകയും ഒരു വശത്ത് മറുവശത്തുകൂടി അടിച്ചു തകർക്കുകയും ആ അടിച്ചു തകർക്കലിൽ ഇറാൻ തിരിച്ച് GCC രാജ്യങ്ങളെ അടിക്കുകയും ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്താ? ഒരേ സംസ്കാരം, ഒരേ സമൂഹം ഇല്ലാതാവുകയാണ്. അവിടെ വിജയിക്കുന്നത് സയനിസവും അമേരിക്കക്കാരനുമാണ്. അതുകൊണ്ട് ആ സയനിസത്തിനെതിരെയുള്ള പോരാട്ടത്തിന് ഇനി പിന്നിൽ നിൽക്കാനല്ല, മുന്നിൽ നിൽക്കാൻ റഷ്യയുണ്ട് എന്ന സന്ദേശമാണ് ഇന്നത്തെ ചർച്ചയിലൂടെ റഷ്യ തുറന്നു പറയുന്നത്. ഇത് തുടർന്ന് പൊയ്ക്കൂടാ എന്ന ഉറച്ച നിലപാടാണ് റഷ്യ എടുക്കുന്നത്. ആ പ്രമേയം കൂടാതെ റഷ്യ അമേരിക്കയോടും ഇസ്രയേലിനോടും ആവശ്യപ്പെട്ടു, ഏകപക്ഷീയമായ അനാവശ്യ യുദ്ധം ഉടൻ നിർത്തിവെക്കണം. മധ്യസ്ഥ വഹിക്കാൻ തയ്യാറാണ്, അതിന്റെ കാര്യങ്ങൾ പറയണം. അടുത്ത ഘട്ടം അതുമായില്ലെങ്കിൽ ഇറാനെ പരസ്യമായി സഹായിക്കുന്ന നിലയിലേക്ക് റഷ്യയ്ക്ക് എത്തേണ്ടി വരും. കാരണം ഇല്ലെങ്കിൽ ഇറാൻ തകർക്കപ്പെടും, ഇറാനാൽ GCC രാജ്യങ്ങൾ തകർക്കപ്പെടും. അത് രണ്ട് തകർത്താലും നെതന്യാഹു എന്ന വേൾഡ് ലോക കോടതി ക്രിമിനലായി വിധിച്ച അയാൾക്ക് ഒരു കുറ്റബോധവുമില്ല. അയാൾ സന്തോഷവാനാണ്. അതിന് നേതൃത്വം നൽകുന്ന ട്രംപ് എന്ന ബോധമില്ലാത്ത യുദ്ധവെറിയനും ഒരു പ്രയാസവും ഉണ്ടാവില്ല. ഈ തിരിച്ചറിവ് അവരുടെ ഹൃദയങ്ങളിലേക്ക് എത്താൻ വേണ്ടി മനുഷ്യരായിട്ടുള്ളവർ പ്രാർത്ഥിക്കുക എന്ന് മാത്രമാണ് തൽക്കാലം എനിക്ക് പറയാനുള്ളത്.